കുറേ പേര് ഇപ്പോൾ ഈ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അബിയു പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എങ്ങനെ മാർക്കറ്റ് കണ്ടെത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് ഞാൻ ഇപ്പം വാങ്ങിച്ച ഡൽഹരിയുടെ തൈ കേട്ടോ. അപ്പോൾ മറ്റേത് പന്നിലാണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളിത് ഇപ്പം ഡൽഹരി വാങ്ങിച്ചത്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല പഴച്ചെടികളെ കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. ആദ്യത്തേത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാൻ, കയറി കാണുക. അപ്പോൾ നമ്മൾ വെച്ച് താമസിക്കുന്നില്ല കേട്ടോ, നേരെ വീട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ മാവാണ് കേട്ടോ. മാവിന് പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, എല്ലാവർക്കും അറിയാം ഇതൊരു നല്ല സാധനം തന്നെയാണെന്ന്. പക്ഷേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഇപ്പം 150 പരം വെറൈറ്റികൾ അവൈലബിൾ ആണ്. അതിൽ കുറേ എണ്ണം ഇവിടെ കായ്ക്കാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വെക്കണം, നല്ല റിസൾട്ട് തരുന്നത് മാത്രം നമ്മൾ നോക്കി വെക്കണം. ഇതിപ്പോൾ എൻ്റെ നിൽക്കുന്ന ഇത് കുളമ്പാണ് കേട്ടോ. ഇവിടെ കുളമ്പുണ്ട്, കാറ്റിമോൺ ഉണ്ട്, നാംഡോക്മേ ഉണ്ട്, പിന്നെ തായ്ലൻഡ് ഓൾ സീസൺ ഉണ്ട്. അങ്ങനെ പിന്നെ നാടൻ 2-3 മാവുണ്ട്. അതെല്ലാം കാണിക്കാൻ സമയമില്ല. ഇപ്പോൾ ഞാൻ പക്ഷേ ഇത് കാണിക്കാം, നമ്മുടെ തായ്ലൻഡ് ഓൾ സീസൺ ഇല്ലേ. ഇത് എളുപ്പം കായ്ക്കുമെന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ്. പക്ഷേ ഇതുവരെ ഇതിൽ അങ്ങനെ ഒന്നും കായൊന്നും ഉണ്ടായിട്ടില്ല. സംശയമാണ്. ഇനി നമ്മളെന്തെങ്കിലും വേറെ എന്തെങ്കിലും റിങ് വല്ലതും ചെയ്യണം, തറവെല്ലാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വളമെല്ലാം ഇട്ട് കൊടുക്കണം കായ്പ്പിക്കാൻ വേണ്ടി. അപ്പം മാവിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാലാപ്പാടി, കുളമ്പ് വെക്കാനായിരിക്കും. പിന്നെ അല്ലാതെ എക്സോട്ടിക് വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നാംഡോക്ക് വെക്കാം, ബനാന മാംഗോ വെക്കാം. അത് ഇപ്പോൾ എല്ലായിടത്തും നമുക്കിവിടെ കായ്ക്കുന്നുണ്ട്. അപ്പം ഞാനിതിന് 10 റേറ്റിംഗ് കൊടുക്കുന്നത് 8 കേട്ടോ നമ്മുടെ മാവിന്. നമുക്കിനി അപ്പോൾ അടുത്തിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് ഇനി അടുത്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബിയു ആണ്. ഇപ്പോൾ വന്ന എക്സോട്ടിക് ഫ്രൂട്ടിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റം തന്നെയാണ് അബിയു. കുറച്ച് നാളായിട്ട് തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ട് വരുന്നത്. നമ്മൾ ഒത്തിരി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിനകത്ത് നോക്കിയാൽ മതി അബിയുവിനെ കുറിച്ച്. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിന് റേറ്റിംഗ് കൊടുക്കുന്നത് 6. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഷെൽഫ് ലൈഫ് ഇല്ല. നമ്മൾ പറിച്ച് ഉടനെ തന്നെ കഴിക്കുക. ഒരു ദിവസം താമസിച്ചാൽ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ചും എല്ലാം വരും. അങ്ങനെ ഒരു കുഴപ്പം നമ്മുടെ അബിയുവിനുണ്ട്. സ്റ്റോർ ചെയ്തൊന്നും വെക്കാനൊന്നും പറ്റത്തില്ല. എപ്പം പറിക്കുന്നു അപ്പം തന്നെ കഴിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇച്ചിരി തണുപ്പിച്ചാലേ ഇതിനൊക്കെ വെച്ച് ടേസ്റ്റും കൂടത്തുള്ളൂ. പിന്നെ കുറേ പേര് ഇപ്പോൾ ഈ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അബിയു പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എങ്ങനെ മാർക്കറ്റ് കണ്ടെത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇതിപ്പോൾ നമ്മുടെ ലുലുമാളിൽ അവിടെയൊക്കെ വിൽക്കുവാണെങ്കിൽ തന്നെ ഇത് പച്ചയായിട്ടാണ് കൊണ്ട് വിൽക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഒന്നും തോന്നത്തില്ല, നമുക്ക് പന്ന ഫ്രൂട്ടായിട്ടേ തോന്നത്തുള്ളൂ. അപ്പോൾ ആവുന്നത്ര പഴുത്ത് കഴിഞ്ഞിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതപ്പഴമാണ് കേട്ടോ. ഇത് മറ്റേ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിളാണ്. ഇത് വെച്ചിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞു. അത് കായ്ച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൈസൊക്കെ എത്തും, നല്ല സാധനം തന്നെയാണ്, വീട്ടിൽ വെക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ റെഡ് വേരിയൻറ്റും ഉണ്ട്, അത് ഞാൻ കഴിച്ചിട്ടില്ല. അത് കാരണം അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് സൂപ്പർ സാധനമാണ്, നമ്മുടെ ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ. അപ്പോൾ ഞാനിവിടെ 2 വെച്ചിട്ടുണ്ട് കേട്ടോ സീതപ്പഴം. ഇതാണ് നമ്മുടെ രണ്ടാമത്തേത്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ കൊടുക്കുന്ന ഒരു 7 ഔട്ട് ഓഫ് 10, 7. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാമ്പയാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ വെച്ചേക്കുന്ന ചാമ്പ അത്ര ശരിയായിട്ടില്ല. ഇത് ഞാൻ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ചാമ്പ. ഞാൻ നീ പറഞ്ഞായിരുന്നു മഴ ആയതുകൊണ്ടായിരിക്കും ഇതിനൊരു ടേസ്റ്റ് കുറവെന്ന്. പക്ഷെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ആണെങ്കിലും ഇതിനത്ര വലിയ ടേസ്റ്റ് ഒന്നും കാണുന്നില്ല. വേണ്ട, വെറുതെ ഇപ്പം കാഴ്ച താഴോട്ട് പോവുകയാണ് കണ്ടോ. ആർക്കും വേണ്ട, ടേസ്റ്റ് ഒന്നുമില്ല, അത്ര വലിയ ഒരു വെള്ളച്ചോ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ചാമ്പയൊന്നും വെക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇനി ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ ഇനി വേറെ നല്ല വെറൈറ്റി വെക്കാം. ഞാൻ പിന്നെ ഇപ്പം ഡൽഹരി കഴിച്ചു നോക്കി. എനിക്ക് ഡൽഹരി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡൽഹരി ഉമറും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പം നല്ല നല്ല ചാമ്പ വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പം ഇത് ഹോം ഗ്രൗണ്ടിൽ നിന്ന് കണ്ട് വാങ്ങിച്ചു വെച്ചാണ് കേട്ടോ. വലിയ നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞ് തന്നതാണ്, പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ വെക്കുവാണെങ്കിൽ ഡൽഹരി വെക്കുക, അല്ലെ ഉമർ വെക്കുക, ഇല്ലെങ്കിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞൊരു വെറൈറ്റി വന്നിട്ടുണ്ട്. പിന്നെ കിങ് കോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഗൈസ്, ഇതാണ് ഞാൻ ഇപ്പം വാങ്ങിച്ച ഡൽഹരിയുടെ തൈ കേട്ടോ. അപ്പോൾ മറ്റേത് പന്നിലാണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളിത് ഇപ്പം ഡൽഹരി വാങ്ങിച്ചു വെച്ചത്. ഡൽഹരി ഞാൻ കഴിച്ചു നോക്കി, നല്ല സാധനം തന്നെയാണ് കേട്ടോ. ഇനിയും എനിക്ക് ഇച്ചിരി ചാമ്പുകൾ വെക്കുന്നതിനോട് താല്പര്യമില്ല. ചിലപ്പോൾ ഞാൻ ഇതിൽ കൂടെ തന്നെ നിർത്തും, ഒറ്റ ഒരു ചാമ്പേ നിർത്തുന്നുള്ളൂ. അപ്പോൾ എൻ്റെ റേറ്റിംഗ് ഇതിനൊരു 7.
10-ഒരു 7 കൊടുക്കാവുന്ന സാധനമാണ് നമ്മുടെ ചാമ്പ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ അവസാന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾബറിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൾബറി. മൾബറി കുറേ വെറൈറ്റീസ് ഉണ്ട്. പാകിസ്ഥാനി മൾബറി ഉണ്ട്, ഈജിപ്ഷ്യൻ മൾബറി ഉണ്ട്, പിന്നെ നമ്മുടെ ലോങ് മൾബറി ഉണ്ട്, പിന്നെ ചിക്കൻ ക്ലോ മൾബറി ഉണ്ട്, പുതിയ വെറൈറ്റി. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പേഴ്സണലി എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ നിർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇലയാണെങ്കിലും നമ്മുടെ മീനുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാങ്ങിയതുകൊണ്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റിയ വെറൈറ്റി ആണോ നോക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.